ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള പാൽപുട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും ഒരു പാൽപുട്ടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരല്പം വ്യത്യാസമായിട്ടാണ് ഈ ഒരു പാൽപുട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ പാൽപുട്ട് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം 2-3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പുട്ടുപൊടി ആയതുകൊണ്ടാണ് 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ആദ്യമേ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് വേണം കറക്റ്റായിട്ടുള്ള ഒരു നനവിലൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം നമുക്ക് പാൽപുട്ടിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും എത്ര ചെറുതായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് വേണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ക്യാരറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം, അതുവരേക്കും ഒന്ന് വഴറ്റി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അപ്പം ഞാൻ 3 സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ക്യാരറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ഒരു പാൽപുട്ട് പാൽപ്പൊടി ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ പാൽപുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ തേങ്ങയും ക്യാരറ്റും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരല്പം തണുത്തതിന് ശേഷം വേണം നമ്മളിത് പുട്ടുപൊടിയിലേക്ക് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള പുട്ടുപൊടിയുടെ നനവിലാണ് ഈ ഒരു പുട്ടുപൊടി കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും തേങ്ങയും നമുക്കൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുട്ടൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് പുട്ടുകുഴലിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പുട്ടുപൊടി ഒന്ന് നിറച്ച് കൊടുക്കും. നമുക്ക് എത്ര ലെയറായിട്ടാണോ പുട്ട് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് പുട്ടുപൊടി ഒന്ന് നിറച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ട് കിട്ടത്തക്ക രീതിയിലാണ് പുട്ടൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങയിട്ട് അതിലേക്ക് പുട്ടുപൊടി ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ച് തേങ്ങയിട്ട് അതിലേക്ക് വീണ്ടും പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 3ാമത്തെ ലെയറിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിട്ട് അതിൻ്റെ മുകളിലായിട്ട് പുട്ടുപൊടി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിന് മുകളിൽ കുറച്ച് തേങ്ങ കൂടെ ഒന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ പുട്ട് വേവിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതിനായിട്ടൊരു കുക്കറിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു പുട്ടുകുഴലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി വരുന്നവരേക്കും ഒന്ന് വേവിച്ചെടുക്കാം. ആവി വന്നതിന് ശേഷം ഒരു 1-2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പാൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ പാൽപുട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.